ഹായ്, ഇതാണ് നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി അനൗൺസ് ചെയ്ത ഇന്റർവ്യൂ. ഹായ്, എൻ്റെ പേര് വിനു ജോൺസൺ. ഞാനിവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിൽ 15 ഇയേഴ്സ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് പറയാനാണെങ്കിൽ ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അഡൽട്ട് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ഇതൊക്കെയാണ് എൻ്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റും എക്സ്പെർട്ടീസും. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചു തുടങ്ങാം. കുട്ടികളെ വീട്ടിൽ വേഗം സംസാരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 3 ആക്ടിവിറ്റി സജസ്റ്റ് ചെയ്യാൻ പറ്റും? സോ നീ പിള്ളേരാണെങ്കിൽ ഇപ്പോൾ പ്ലേ ബേസ്ഡ് ഇന്ററാക്ഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് അവരുടെ സ്പീച്ച് സ്കിൽസും ലാംഗ്വേജ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്ലേ അല്ലെങ്കിൽ കളികളിലൂടെ വി ക്യാൻ ഡെഫിനറ്റ്ലി ഡെവലപ്പ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് ഇൻ ചിൽഡ്രൻ. പിന്നെ എപ്പോഴും ഈ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ഫോളോ ദ ചൈൽഡ്സ് ലീഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ ലീഡ് എടുത്തിട്ട് അവർക്ക് എന്തിനോടാ താല്പര്യം അത് വെച്ചിട്ട് നമുക്ക് എന്താ അവരുടെ ഇന്ററാക്ഷൻ ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. നേരത്തെ ചോദ്യത്തില് ഇപ്പൊ റൈംസ് മാത്രം, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ റൈംസ് മാത്രം കാണുന്ന ഒരു കൊച്ച് അതിൽ മാത്രം ഇൻട്രസ്റ്റഡ് ആണ്. ആ റൈംസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ടോയ്സോ അല്ലെങ്കിൽ ആ റൈംസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ ചൈൽഡിന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് പിള്ളേർക്ക് നമ്മളോട് ആ ഒരു കണക്ഷൻ ബിൽഡ് ആയി തുടങ്ങുന്നു. അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും നമ്മളുമായി. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ലൈക് ത്രൂ പ്ലേ ആൻഡ് ഫോളോ ദ ചൈൽഡ്സ് ലീഡ്. പിന്നെ പിള്ളേർക്കും എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ നേരത്തും ഓരോ കമ്മ്യൂണിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. നമ്മളും എല്ലാം ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ മാത്രം സംസാരിക്കാണ്ട് അവർക്കും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, അവരൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വി ക്യാൻ ഗോ അഹെഡ്. അപ്പൊ അങ്ങനത്തെ വെയിറ്റ് ചെയ്യുന്നതും അവർക്ക് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദീസ് ആർ സംതിങ്സ് വിച്ച് പേരൻസ് ക്യാൻ ഡു അറ്റ് ഹോം. അതെ. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത്, കുട്ടി ഒരു വാക്ക് തെറ്റി പറയണം. ഉദാഹരണത്തിന് കാക്ക, അപ്പൊ അതിന് പകരം പാപ്പ. അങ്ങനെ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ തിരുത്തണോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അത് എന്താ കറക്റ്റ് കുട്ടി ഉദ്ദേശിച്ചത് അത് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ എന്താ കാക്ക എന്ന് പറഞ്ഞു, പന്തിന് പകരം വേറെ എന്തെങ്കിലും കുട്ടി പറഞ്ഞു. ഓക്കെ. അപ്പോ ലൈക് ഫോർ എക്സാമ്പിൾ എന്താ കുട്ടി പറയാൻ ഉദ്ദേശിച്ചത് ആ ഫൈനലായിട്ടുള്ളത് അത് നമുക്ക് മോഡൽ ചെയ്ത് കൊടുക്കാം കുട്ടിക്ക്. അത് കറക്റ്റ് ഇല്ല, ഇത് നീ കറക്റ്റ് ആയിട്ട് പറയും, അത് ശാസിച്ച് അത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. മെയിൻലി ഈ പ്രായത്തിൽ, ചെറിയ പ്രായത്തിലൊക്കെ മോഡലിംഗ് എന്ന് പറയും. മോഡലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളെന്താ കുട്ടീനെ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് കുട്ടി റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇത് എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക്. പിന്നെ ചോദിക്കുന്നത്, ചില കുട്ടികളെ വിരൽ ചൂണ്ടിയിട്ട് അത് വേണം അത് വേണം എന്ന് പറയും. അപ്പൊ അത് നമ്മൾ എടുത്തു കൊടുക്കുമ്പോ തന്നെ അവരെ കൊണ്ട് അത് നിർബന്ധിച്ച് പറയിപ്പിക്കണം, ഇത് ഇന്നതാണ്, അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? സെയിം ആൻസർ നേരത്തെ തന്ന പോലെ തന്നെ. എന്നുവെച്ചാൽ എന്ത് നമ്മളിപ്പോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ ശാസിച്ച് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ ഇറ്റ് വിൽ ഇമ്പാക്ട് നെഗറ്റീവ്ലി. യുനോ മേ ബി ഇറ്റ് മൈറ്റ് പിള്ളേർക്ക് ഒരു പേടി വന്നു തുടങ്ങും സംസാരിക്കാനായിട്ട്, അങ്ങനെയൊക്കെ. സോ അപ്പോൾ പോയിന്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുട്ടി പോയിന്റ് ചെയ്തോട്ടെ, നമ്മൾ അതിന്റെ കൂടെ പറയണോ, നിനക്ക് പന്താണ് ഇപ്പൊ വേണ്ടത്, ഓക്കെ പന്ത് എടുക്കാം. എന്നുവെച്ചാൽ നമ്മള് അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് എപ്പോഴും മോഡൽ ചെയ്തോണ്ടിരിക്കുക. അല്ലാണ്ട് ജസ്റ്റ് പോയിന്റ് ചെയ്താൽ പന്ത് എടുത്ത് കൊടുക്കണമെന്നില്ല, പക്ഷെ അതിനോട് ആ വേർഡ്സും കൂടി നമ്മൾ യൂസ് ചെയ്യാം. എന്നിട്ട് പിള്ളേരിനെ സ്ട്രെസ് ചെയ്യാണ്ട്, അവരിനെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക് ഇഫ് ദേ വാണ്ട് ടു സേ ദേ വിൽ സേ, ഇഫ് നോട്ട് ജസ്റ്റ് ഗിവ് ദം ടൈം. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത്, സ്പീച്ച് തെറാപ്പി തുടങ്ങാൻ ഏറ്റവും നല്ല പ്രായം ഏതാണ്? ഓക്കെ, അങ്ങനെ സ്പെസിഫിക് പ്രായം ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു? അങ്ങനെ ഒരു സ്പെസിഫിക് പ്രായം ഇല്ല. ആസ് ഏർലി ആസ് പോസിബിൾ. നേരത്തെ നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചു. ഏർലി ഇന്റർവെൻഷൻ കീ ആണ്. ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ഫ്ലാഗ്സും അങ്ങനത്തെ ഇതൊക്കെ കാണുകയാണെങ്കിൽ എത്രയും വേഗം നമുക്കൊരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അസസ് ചെയ്യുക. ഫസ്റ്റ് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും കുറവുകൾ കാണുകയാണെങ്കിൽ അതിനായിട്ടുള്ള ഇന്റർവെൻഷൻ തെറപ്പിയും തെറപ്പിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അത് എത്രയും നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇംപ്രൂവ്മെന്റും നമുക്ക് പിള്ളേരിൽ കാണാൻ പറ്റും. സോ ഒരു ഏജ് ഇപ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത ചോദ്യം ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. അത് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ സ്പീച്ച് തെറാപ്പിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആൾ പുറത്തിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ആ തെറാപ്പിസ്റ്റും കുട്ടിയും മാത്രം.
ശരിക്കും അവിടെ എന്താ നടക്കുന്നത്? കുട്ടിക്ക് വേദനയോ ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ? എന്താ അവിടെ സംഭവിക്കുന്നത് ശരിക്കും? ഇപ്പൊ ക്ലാസ് റൂമിലാണെങ്കിൽ വേറെയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ടീച്ചേഴ്സ് ആകുമ്പോ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ക്യാമറ കാണാൻ പുറത്തു നോക്കാം. അപ്പൊ ഈ ശരിക്കും ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? സോ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വരാൻ നേരത്ത് എനിക്ക് ജസ്റ്റ് ആ കുട്ടീനെ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ഓക്കെ ഇതാണ് ഈ കുട്ടിയുടെ പ്രശ്നം, നമുക്കിത് ചെയ്യാം, അങ്ങനെയല്ല. സോ ദർ ഈസ് എ പ്രോസസ്. സോ ഫസ്റ്റ് പ്രോസസ് ഓഫ് എനി തെറപ്പി വുഡ് ബി അസസ്മെന്റ്. നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണം എന്താണ് കുട്ടികളുടെ കുറവ്. അത് ലാംഗ്വേജ് ബന്ധപ്പെട്ടിട്ടായിട്ടുള്ള കുറവാണോ, അല്ലെങ്കിൽ സ്പീച്ച് ബന്ധപ്പെട്ടിട്ടാണ്. സ്പീച്ച് എന്ന് പറയാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആർട്ടിക്കുലേഷൻ, ചില ശബ്ദങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ ചില പിള്ളേർക്ക് വിക്ക് ഉണ്ടാവും, അങ്ങനത്തെ കുറവാണോ. സോ എന്താ കുട്ടിയുടെ പ്രശ്നം അത് ആദ്യം സ്പീച്ച് തെറപ്പിസ്റ്റ് അസസ് ചെയ്ത് ഫൈൻഡ് ചെയ്യും. എന്നിട്ട് അസസ്മെന്റ് കഴിഞ്ഞിട്ട് സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ജോലി ഈ ഫൈൻഡിങ്സ് വെച്ചിട്ട് ഗോൾസ് ഉണ്ടാക്കുക കുട്ടിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ കൊച്ചിന് ലാംഗ്വേജിന് പ്രശ്നമുണ്ട്, അപ്പോൾ ഈ പ്രായത്തില് ഇത്രയും വേർഡ്സ് പറയണം, അല്ലെങ്കിൽ ഇന്ന ഗോൾസ് വേണം എന്നുള്ള ഒരു ഗോൾസ് ഉണ്ടാക്കും സ്പീച്ച് തെറപ്പിസ്റ്റ്. ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇസ് ഈ ഗോൾസിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ കൂടുതലും ചെറിയ പിള്ളേർക്ക് പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും സ്പീച്ച് തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഗോൾസിന് വർക്ക് ചെയ്യിപ്പിക്കും സ്പീച്ച് തെറപ്പിസ്റ്റ്. സോ ഇങ്ങനെയാണ് യൂഷ്വലി. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻ സ്പീച്ച് തെറപ്പി. ഇറ്റ് ഈസ് ഇങ്ങനെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന ഇതാണ്. എന്നിട്ട് എല്ലാ സ്പീച്ച് തെറപ്പിസ്റ്റും ഈ ഗോൾസ് എന്താണെന്ന് പേരൻസിന്റെ അടുത്തും പറയും. കാരണം ഫോളോ അപ്പ് അറ്റ് ഹോം ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ അവസാന ക്വസ്റ്റ്യനും അതാണ് ചോദിക്കുന്നത്. അതായത് സ്പീച്ച് തെറാപ്പിക്ക് പോകുന്ന ഒരു കുട്ടി വീട്ടിലെത്തി കഴിഞ്ഞാൽ പേരൻസ് അവർക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാ അവർ സപ്പോർട്ട് ചെയ്യും? ഓക്കെ, സോ ആദ്യം തന്നെ ആസ് പേരൻസ് നിങ്ങളിപ്പോ ഒരു നിങ്ങളുടെ പിള്ളേരിനെ സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൻഡ് ദാറ്റ്സ് യുവർ റൈറ്റ് ഓൾസോ ടു നോ വാട്ട് ആർ ദ ഗോൾസ്. എന്താണ് സ്പീച്ച് തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്ന ഗോൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അപ്പോൾ ആ ഗോൾസിന് ഒരു പ്ലാൻ ഉണ്ടാവും സ്പീച്ച് തെറപ്പിസ്റ്റിന്. ഇന്ന ഗോൾസ് ആയിരിക്കും ഈ ടൈം പീരിയഡിൽ വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഗോൾസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പോൾ 1 മണിക്കൂർ ആഴ്ചയിൽ 1 മണിക്കൂർ സ്പീച്ച് തെറപ്പിക്ക് കൊണ്ട് മാത്രം സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംപ്രൂവ് ആവണമെന്നില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം പിള്ളേര് നിങ്ങളുടെ കൂടെയാണ് വീട്ടിൽ. അപ്പോൾ ആ ഗോൾസ് നമ്മൾ വീട്ടിലും എംബഡ് ചെയ്യണം. പിന്നെ സ്പീച്ച് തെറപ്പിസ്റ്റ് പറഞ്ഞ സ്ട്രാറ്റജീസും അഡ്വൈസും അതെല്ലാം നമ്മൾ വീട്ടിലും ചെയ്യണം. കാരണം നിങ്ങളാണ് ദ ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഇൻ യുവർ ചൈൽഡ്സ് ലൈഫ്. അപ്പോൾ നിങ്ങളും ആ സെയിം പേജിലായിരിക്കണം, നിങ്ങളും അതിനോട് തന്നെ പരിശ്രമിക്കണം, ലൈക്ക് ടു ഹെൽപ്പ് ദ ചൈൽഡ്. സോ ദിസ് ഇസ് ദ വേ ദാറ്റ് പാരന്റ്സ് ക്യാൻ ഡു ഇറ്റ്. നമ്മുടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമ്മൾ പറയുന്നത് പാരന്റ്സ് ആണ് ആദ്യത്തെ, അതായത് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ടീച്ചർ. ഡെഫിനറ്റ്ലി. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റർ എന്നാണ് പറയാ അല്ലേ? ഓൾവേസ്. അതെ അതെ. ഇനി ചോദിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഉദാഹരണത്തിന് എങ്ങനെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആകാം, അതിന് എന്തൊക്കെ കോഴ്സാണ് ചെയ്യേണ്ടത്, നാട്ടില് ആ ജോലി എങ്ങനെ കിട്ടും, ഇവിടെ ഈ ജോലി എങ്ങനെ കിട്ടും, ഇവിടുത്തെ ഈ ലൈസൻസിങ്ങിന്റെ ചെറിയൊരു 5 മിനിറ്റിന്റെ ചെറിയൊരു സെഷൻ, എങ്ങനെയാണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാം. അപ്പൊ എന്താണ് അതിന് പഠിക്കേണ്ടത് ആദ്യം? അതൊരു ഡിഗ്രി ആണെങ്കിൽ ഏതാണ്, അല്ലെങ്കിൽ +2 ഏതാണ് പഠിക്കേണ്ടത്? സോ സ്പീച്ച് തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാവാൻ വേണ്ടിയിട്ട് ഡിഗ്രി +2 സയൻസ് സ്ട്രീം തന്നെ വേണം. ഓക്കെ, സയൻസ് സ്ട്രീം ആയിരിക്കണം 11th 12th ചെയ്ത്. +2 കഴിഞ്ഞാൽ പിന്നെ ഡയറക്ട്ലി കോളേജസിൽ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഈ സ്പീച്ച് തെറപ്പിയുടെ കോഴ്സസ് പല ടൈപ്പ് ഉണ്ട്. കോമൺ ആയിട്ട് നാട്ടിലുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, അത് BASLP എന്ന് പറയും. അതിനകത്ത് ഓഡിയോളജിയും എന്ന് വെച്ചാൽ കേൾവിയുടേതും സ്പീച്ച് തെറപ്പിയും കമ്പൈൻ ചെയ്തിട്ട് 4 കൊല്ലത്തെ കോഴ്സാണിത്. 3 കൊല്ലം അതിൽ സ്റ്റഡി ആയിരിക്കും, എന്നിട്ട് ലാസ്റ്റ് 4th ഇയർ ഇന്റേൺഷിപ്പ് ആയിരിക്കും ഈ സ്പീച്ച് തെറപ്പി കോഴ്സിൽ. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഈ ചില കോളേജസിൽ എന്താ ബാച്ചിലേഴ്സ് ഇൻ സ്പീച്ച് തെറപ്പി, ബാച്ചിലേഴ്സ് ഇൻ ഓഡിയോളജി ഉണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല നാട്ടില്. പക്ഷെ മാസ്റ്റേഴ്സിലേക്ക് പോകാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ MASLP, മാസ്റ്റർ ഇൻ ഓഡിയോളജി, അല്ലെങ്കിൽ ചില കോളേജസിൽ മാസ്റ്റേഴ്സ് ഇൻ ഓഡിയോളജി, നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം ഓഡിയോളജി അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിയിൽ. പിന്നെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടില് വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ജോലി പഠിച്ചതിന് ശേഷം നമുക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. അവിടുത്തെ നമുക്കൊരു ലൈസൻസിങ്ങും അതൊക്കെ റിക്വയർമെന്റ് ഉണ്ട്, അത് വേണം. പിന്നെ ഞാൻ കൂടുതലും ദുബായിനെ കുറിച്ച് പറയാം, കാരണം എന്റെ അറിവ് ഇവിടെയാണ്. അപ്പോ ദുബായിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മള്
ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ ഇപ്പൊ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരു കൊച്ചിന് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം നാട്ടിൽ വേണം. അതില്ലാണ്ട് നമുക്ക് DHAന്റെ ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. DHAന്റെ ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് എവിടെയും ദുബായിൽ വർക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ DHA ലൈസൻസിന്റെ ഒരു ക്രൈറ്റീരിയ 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആഫ്റ്റർ യുവർ ബാച്ചിലേഴ്സ് ഡിഗ്രി. മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തൊരു കൊച്ചാണെങ്കിൽ 1 year വർക്ക് എക്സ്പീരിയൻസ് വേണം ഈ DHAക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ്സ് ഡൺ. ഇനി ചോദിക്കാനുള്ളത്, എന്താണ് ഈ ജോലിയുടെ ഒരു ചാലഞ്ച്? ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിയും പെത്തോളജി എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് ഇന്ന് കൂടുതലും പിള്ളേരിനെ പറ്റിയിട്ടാണ്, ഇങ്ങനെ ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട്. പക്ഷെ അത് കൂടാണ്ട് ഇപ്പോ വിക്കും അതൊക്കെ വേറൊരു വിഭാഗം തന്നെയാണ്. പിന്നെ എന്താ അഡൾട്ട് പേഷ്യൻസിന് വേറൊരു വിഭാഗമുണ്ട്. ഇങ്ങനെ സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്കും ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്കും വേറൊരു വിഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാ സ്പീച്ച് തെറപ്പിസ്റ്റും നമ്മൾ പഠിക്കാൻ നേരത്തെ എല്ലാത്തിലും നമ്മൾ പഠിക്കണം. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങാൻ നേരത്തെ നമുക്ക് ഓരോ സ്പെഷ്യലൈസേഷൻ വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ സ്പെഷ്യലൈസേഷൻ ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സും ലാംഗ്വേജ് ഡിസോർഡേഴ്സും കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് ആണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് പറയാം. അപ്പം അതേമാതിരി എല്ലാവരും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഫൈൻഡ് ചെയ്യേണ്ടി വരും. ആൻഡ് I would say as a person it would be good to have നല്ലൊരു എംപത്തറ്റിക് ആയിരിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. പേഷ്യൻസ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഞാൻ പറയും എപ്പോഴും, ആൾറെഡി വളരെ സങ്കടത്തിനും വൾണറബിൾ ആയിട്ടുള്ള പേരൻസ് ആണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ കുറച്ച് അധികം എഫേർട്ട് നമ്മൾ ഇടണം. ഡെഫിനറ്റ്ലി. ഇനി പിന്നെ അവസാനമായിട്ടൊരു ചോദ്യം, എന്താണ് ഇതിന്റെ ബ്യൂട്ടി? എന്താണ് ഈ ജോലിയുടെ ബ്യൂട്ടി? ബ്യൂട്ടി എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ജോലി കൊണ്ട് ഒരു കൊച്ചിന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരിക, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരിക, അത് തന്നെയാണ് ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറയുന്നത്. യുനോ ലൈക്ക് ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് പേരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, അവരുടെ പിള്ളേരിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൻഡ് ഇഫ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദി ജോബ്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. പേരൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ്, ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ എന്റെയും നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കൂടുതൽ ക്വസ്റ്റ്യൻസിന് കിട്ടുന്നവർക്ക് സീരിയസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു. Thank you. Bye.